ഹായ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ദുബായിൽ പുറത്ത് അല്ലെങ്കിൽ വേറൊരു രാജ്യത്തുള്ള ഒരാൾക്ക് എങ്ങനെ ദുബായ്ക്കകത്ത് നമുക്കൊരു ബിസിനസ് ഫോർമേഷൻ ചെയ്യാവുന്നതിനെ പറ്റിയിട്ടാണ്. ഞങ്ങൾക്ക് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട്, പുറത്തുനിന്നായാലും ഇന്ത്യയിൽ നിന്നാണെങ്കിലും അതേപോലെ ഇന്ത്യയിലെ പല ഭാഗത്തും, പ്രത്യേകിച്ച് ഞങ്ങളുടെ കേരളത്തിൽ നിന്ന് തന്നെ ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് എങ്ങനെ നമുക്ക് ഒരു ബിസിനസ് ഫോർമേഷൻ ചെയ്യാം ഇവിടെ വരാതെ തന്നെ. അപ്പോൾ ഇന്ന് നമ്മൾ അതിനെപ്പറ്റിയാണ് സംസാരിക്കുന്നത്. ആദ്യമായിട്ട് തന്നെ പറയട്ടെ, ദുബായ്ക്ക് പുറത്തുള്ള ആൾക്കാർ അവർ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ ദുബായ്ക്കകത്ത് താല്പര്യപ്പെടുന്നുണ്ട് എങ്കിൽ ആദ്യം നമ്മൾ നോക്കേണ്ടത് ആക്ടിവിറ്റിയെ പറ്റിയാണ്. കാരണം നമ്മൾ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യക്ക് മറ്റുള്ള സ്ഥലങ്ങളിൽ ചെയ്യുന്ന അതേ ആക്ടിവിറ്റി യുഎഇയിൽ തന്നെ കിട്ടണമെന്നില്ല. പക്ഷേ അതിൻ്റെ പല വേർതിരിവിലുള്ള ആക്ടിവിറ്റീസ് നമുക്കവിടെ ചൂസ് ചെയ്യാൻ പറ്റും. കാരണം ഓരോരോ രാജ്യങ്ങളിലെ ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ് ഈ ബിസിനസ് ആക്ടിവിറ്റീസ് വരുന്നത്. അപ്പോൾ ആ രാജ്യത്തെ എന്തൊക്കെ തരത്തിൽ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാം എന്നതിനെ പറ്റിയിട്ട് ഒരു അപ്രൂവ്ഡായ കുറച്ച് ആക്ടിവിറ്റി ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആക്ടിവിറ്റി ഉണ്ടോ എന്ന് ആദ്യം ചെക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ കമ്പനിക്കൊരു പേര് കണ്ടു. കാരണം നമ്മുടെ നാട്ടിലെ പോലെയല്ല ദുബായിൽ വരുമ്പോൾ. ദുബായിൽ വന്നാൽ പേര് രണ്ട് മൂന്ന് തരത്തിലുണ്ട് ആക്ച്വലി. ഒന്ന് എന്താ പറയുന്നത്, അറബിക് നെയിം എന്ന് പറയും. അറബിക് നെയിം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സാധാരണ അറിയാം, ദുബായിൽ കണ്ടുവരുന്ന അറബിക്ക് മീനിങ് ഉള്ള പേരുകളാണ് അറബിക് നെയിം കാറ്റഗറിയിൽ വരുന്നത്. രണ്ടാമത് വരുന്നത് ഇംഗ്ലീഷ് പേരുകളാണ്. ഈ ഇംഗ്ലീഷ് പേരിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾ പേയ്മെൻറ്റ് 2000 ദിർഹംസ് കൂടുതൽ കൊടുക്കേണ്ടി വരും. അതേപോലെ തന്നെ ഈ ഇംഗ്ലീഷ് മീനിങ് ഉള്ള പേര് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടി വരും. മൂന്നാമത് വരുന്നത് പ്രീമിയം നെയിം. അതല്ലെങ്കിൽ നിങ്ങൾ സിംബോളിക് ആയിട്ടുള്ള നമ്പേഴ്സ് അതിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് 1000 ദിർഹംസാണ് എക്സ്ട്രാ വരുന്നത്. പിന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചോദിക്കുന്ന വേറൊരു കാര്യമാണ്, നിങ്ങൾ എത്ര പാർട്ണേഴ്സാണ് ദുബായിൽ പ്ലാൻ ചെയ്തിരുന്നത്. ഈ ട്രേഡ് ലൈസൻസിനകത്ത് നമുക്ക് 1, 2, 3 അതിലധികം പാർട്ണേഴ്സ് ഇൻവോൾവ് ആക്കുന്നുണ്ട്. അപ്പോൾ ഓരോ പാർട്ണറിനെ വെക്കുമ്പോഴും അതിൻ്റെ ലീഗൽഷിപ്പിന് വ്യത്യാസം വരും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരാളുള്ള ലൈസൻസ് ആണെങ്കിൽ അതിനകത്ത് സിംഗിൾ ഓണർ പാർട്ണർഷിപ്പാണ് വരിക. എന്ന് വെച്ചാൽ സോൾ എസ്റ്റാബ്ലിഷ്മെൻറ്റ്. 2 പേരുള്ളടുത്ത് നമുക്കിപ്പോൾ 2 തരത്തിൽ നമുക്ക് ചെയ്യാം. 2 പേരുള്ളടുത്ത് ഒന്ന് നമുക്ക് സിവിൽ, നിങ്ങളൊരു സർവീസ് മേഖലയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നമുക്കതിനെ സിവിൽ ലീഗൽഷിപ്പിലേക്ക് ചെയ്യാൻ പറ്റും. അതല്ല നിങ്ങളൊരു ട്രേഡിങ്, ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ സാധനങ്ങൾ വിൽക്കുന്ന ഒരു കച്ചവടമാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനെ നിങ്ങൾക്ക് SOLLC എന്ന് വെച്ചാൽ, ഈ SOLLCയുടെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ലോക്കൽ സ്പോൺസർ ആവശ്യമില്ല. ഇതിൻ്റെ ഫസ്റ്റ് ഞാൻ പറഞ്ഞ ആക്ടിവിറ്റി സോൾ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, അതിനകത്ത് സിംഗിൾ ഓണറാണ്. പക്ഷേ നിങ്ങൾ അതിനകത്ത് ലോക്കൽ സ്പോൺസർഷിപ്പ് നിങ്ങൾക്ക് ആവശ്യമുണ്ടാവും. പിന്നെ അതേപോലെ തന്നെ നമ്മൾ സിവിൽ ലീഗൽഷിപ്പ്, ഞാൻ നേരത്തെ പറഞ്ഞത് സിവിൽ ലീഗൽഷിപ്പിനകത്തും നിങ്ങൾക്ക് ലോക്കൽ സ്പോൺസറിൻ്റെ സാമീപ്യം ആവശ്യമുണ്ടാകും. എന്ന് വെച്ചാൽ ലോക്കൽ സ്പോൺസർ, പിന്നെ 2 പാർട്ണേഴ്സ് ആണെങ്കിൽ 2 പാർട്ണേഴ്സ്. ഈ SOLLC, LLC ഈ 2 ലീഗൽഷിപ്പിനാണ് UAEയിൽ ലോക്കൽ സ്പോൺസറിൻ്റെ സ്പോൺസർഷിപ്പ് ആവശ്യമില്ലാതെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ബിസിനസ് ചെയ്യാൻ പറ്റും. അതിനിപ്പോൾ സർവീസ് മേഖല ആയിക്കോട്ടെ, ട്രേഡിംഗ് മേഖല ആയിക്കോട്ടെ, ഈ 2 മേഖലയ്ക്കകത്തും നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. അടുത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ബാങ്ക് അക്കൗണ്ടിൻ്റെ അത് എങ്ങനെയാണെന്നുള്ളതാണ് എല്ലാവരും അടുത്ത് ചോദിക്കുന്നൊരു ചോദ്യം. ഞങ്ങൾ അതിനുള്ള അസിസ്റ്റൻസും ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ബാങ്ക് അക്കൗണ്ട് നിങ്ങൾക്ക് 2 തരത്തിൽ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഒന്ന് നിങ്ങൾക്ക് ഡിജിറ്റൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അതിനകത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. രണ്ടാമത്തത് നിങ്ങൾക്ക് നേരിട്ട് തന്നെ ബാങ്കിൽ പോയിട്ട് നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് 2 ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ലീഗൽഷിപ്പ് തിരഞ്ഞെടുത്തതിന് ശേഷം ജാരി എന്ന് പറയും. ഈ ജാരി എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിൽ കാണുന്ന ഓഫീസിലെ റെൻ്റൽ കോൺട്രാക്റ്റിനെയാണ് ഇവിടെ ഇജാരി എന്ന് പറയുന്നത്. ആ ഇജാരി ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ UAEയിൽ പ്രധാനമായും ഒരു ബിസിനസ് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ദുബായ് ഗവൺമെൻറ് ഇപ്പോൾ പുതിയൊരു തരത്തിലുള്ള അതിനൊരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. ദുബായിൽ ബിസിനസ് തുടങ്ങാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ട്രേഡിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങളിപ്പോൾ ഒരു കച്ചവടം നടത്താൻ, നിങ്ങളൊരു സാധനം വിൽക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കച്ചവടമാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് 1 ഇയറിലേക്ക് എന്ന് വെച്ചാൽ ഫസ്റ്റ് 1 ഇയറിലേക്ക് നിങ്ങൾക്ക് യാതൊരുവിധ ഓഫീസും ഇല്ലാണ്ട് തന്നെ ഗവൺമെൻറ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് വെർച്വൽ ഓഫീസ് നൽകുന്നത്.
ഇനി അഥവാ വെർച്വൽ ഓഫീസ് കിട്ടിയിട്ടില്ല എങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടൊരു ഓഫീസ് എടുക്കേണ്ടതുണ്ട്. ഓക്കെ, പിന്നെ വേറൊരു തരത്തിലുള്ള വെർച്വൽ ഓഫീസ് ഉണ്ട്, അതിനും ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഇത് രണ്ടും മെയിനായിട്ടുള്ള ഘടകങ്ങളാണ്. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ബാങ്ക് അക്കൗണ്ട് വരും. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഗവൺമെൻറ് തന്ന വെർച്വൽ ഓഫീസ് ഫ്രീ ആയിട്ടുള്ള വെർച്വൽ ഓഫീസാണ് നമ്മൾ ചൂസ് ചെയ്തതെങ്കിൽ ഓൺലൈനായിട്ടുള്ള ബാങ്ക് ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്ത് അതിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. അതല്ല ഫിസിക്കൽ ഓഫീസ് ഇടാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ, അതിൻ്റെ ഇജാരി നമ്മുടെ കൈവശം ഉണ്ട് എങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് നേരിട്ട് ബാങ്കിൽ പോയിട്ട് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ദുബായിലെ എല്ലാ ബാങ്കുകളും 7 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് തരും. ഓക്കെ, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡ് ലഭ്യമാകും. പിന്നെ ചില ബാങ്കുകൾ ചെക്കും അതിൻ്റെ കൂട്ടത്തിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രൊസീജിയർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്വാഭാവികമായിട്ടും അടുത്ത പ്രോസസ്സിലേക്ക് പോകുന്നത് നിങ്ങളുടെ മെമ്മോറാണ്ടം ഉണ്ട്. മെമ്മോറാണ്ടം എന്ന് പറയുമ്പോൾ ഒരു കമ്പനിയുടെ എത്ര പാർട്ണേഴ്സ് ഉണ്ട്, അത് ആ കമ്പനിക്ക് എത്ര ക്യാപിറ്റൽ ഉണ്ട്, ആ കമ്പനിയുടെ സിഗ്നോറിറ്ററീസ് ആരൊക്കെയാണ് എന്നുള്ള ഒരു നിയമപരമായിട്ടുള്ള ഒരു ഘടന രൂപകൊള്ളിച്ചതിൻ്റെ പേരാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. ഇതിനകത്ത് കമ്പനിയുടെ എല്ലാ തരത്തിലുള്ള അസറ്റിനെ പറ്റിയിട്ടും സിഗ്നോറിറ്റികളെ പറ്റിയിട്ടും മറ്റ് ക്യാപിറ്റലിനെ പറ്റിയിട്ടും ഈ കമ്പനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നും ഈ കമ്പനിയുടെ ആക്ടിവിറ്റീസും എല്ലാ തരത്തിലുള്ള നിയമങ്ങളും ഉൾക്കൊള്ളുന്ന ഒന്നാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. ഇത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അടുത്ത് ഫൈനലായിട്ട് നമുക്ക് വരുന്നതാണ് നമ്മുടെ പേയ്മെൻറ്റ് വൗച്ചർ. ഈ പേയ്മെൻറ്റ് വൗച്ചർ നമ്മൾ സബ്മിറ്റ് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, പേയ്മെൻറ്റ് വൗച്ചർ എന്ന് പറയുമ്പോൾ ഫൈനലായിട്ടുള്ള ലൈസൻസിൻ്റെ ഫീസാണ് ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് വരുന്നത്. ആ ഫീസ് നമ്മളിപ്പോൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈസൻസ് കയ്യിൽ കിട്ടും. അപ്പോൾ ഇതാണ് നോർമലി ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ്സിൻ്റെ സ്റ്റെപ്സ്. UAE പുതുതായിട്ട് ബിസിനസ് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക്കായിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ്. ഞങ്ങൾ ഇതിനെ എങ്ങനെ സമീപിക്കുന്നു എന്ന് വെച്ചാൽ, ഇപ്പോൾ ഞങ്ങൾക്കൊരു പുറത്തുനിന്നുള്ള നിങ്ങളിപ്പോൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ദുബായിൽ നിങ്ങളൊരു ഒരു ബിസിനസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം mbis.ae. അതല്ലെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റിൽ www.mbis.ae വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറോ ലാൻഡ്ലൈൻ നമ്പറോ കിട്ടും. അതല്ലെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെയും ഞങ്ങളത് കൊടുത്തേക്കാം. ഞങ്ങളുടെ നേരിട്ട് തന്നെ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഞങ്ങളെ എക്സിക്യൂട്ടീവ്സ് നിങ്ങളെ സഹായിക്കും. എന്ന് വെച്ചാൽ ഫസ്റ്റ് ഞങ്ങൾ ചെയ്യുന്നത് ഒരു OTM വഴി ഒരു കൺസൾട്ടേഷൻ നിങ്ങൾക്ക് തരുക. കാരണം നിങ്ങൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് ഫസ്റ്റ് ഞങ്ങൾക്കറിയണം. നിങ്ങൾ ഏതൊക്കെ ലീഡർഷിപ്പാണ്, എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഏത് തരത്തിലുള്ള ബിസിനസ്സാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഞങ്ങൾക്ക് അറിഞ്ഞതിന് ശേഷം ഞങ്ങൾ നിങ്ങൾക്കൊരു കൊട്ടേഷൻ തരും. ആ കൊട്ടേഷൻ നിങ്ങളെ അക്സെപ്റ്റബിൾ ആണ് എങ്കിൽ ഞങ്ങൾ അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നതാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ UAE എപ്പോഴെങ്കിലും നിങ്ങൾ എൻ്റർ ആയിരിക്കണം എന്നുള്ളൊരു കാര്യമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇവർ ഒരിക്കലെങ്കിലും എൻ്റർ ആയി കഴിഞ്ഞാൽ മാത്രമേ, വിസിറ്റ് വിസയിലെങ്കിൽ എൻ്റർ ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നിങ്ങളുടെ UAE നമ്പർ ലഭ്യമാകത്തുള്ളൂ. കാരണം ഈ ഒരു പ്രൊസീജിയറിന് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. കാരണം പുറത്തുനിന്ന് ചെയ്യുമ്പോഴുള്ള ഇമ്പോർട്ടൻറ്റ് ഘടകമാണ് നിങ്ങളുടെ UAE നമ്പർ. എന്ന് വെച്ചാൽ ഇമിഗ്രേഷനിൽ ഒരു നമ്പറുണ്ട്, ആ നമ്പർ വെച്ചിട്ടാണ് ഞങ്ങൾ ഈ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. കാരണം നിങ്ങളുടെ ഫയൽ അതിൽ നിന്ന് ഞങ്ങൾക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട് സിസ്റ്റത്തിലേക്ക്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇതിൽ ഉള്ളതുകൊണ്ട് നമുക്കത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ്. അതില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വിസിറ്റ് വന്ന് നിൽക്കുന്ന ആളാണെങ്കിൽ പോലും ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലുള്ള വിഷയങ്ങൾ സംസാരിക്കും. ഇനിയും ഞങ്ങൾ ഇതിനെ പറ്റിയിട്ട് വീഡിയോസ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഇനിയും ലഭ്യമാകാൻ വേണ്ടിയിട്ട് ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ ഞങ്ങളെ ഫോളോ ചെയ്യുക. കൂടുതൽ സംശയങ്ങൾക്കായിട്ട് ഞങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാം. ഞങ്ങൾ 24/7 അസിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. താങ്ക് യു.